നമസ്കാരം ADV ന്യൂസിലേക്ക് സ്വാഗതം. തലച്ചിറ ജാസ്മിൻ വധക്കേസിലെ പ്രതി ഷാജഹാനും കുടുംബവും വീട്ടിൽ തിരികെ താമസിക്കാനെത്തിയത് നാട്ടുകാരുടെ കടുത്ത പ്രതിഷേധത്തിനും ചെറിയ തോതിൽ സംഘർഷത്തിനും ഇടയാക്കി. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. തലച്ചിറ ജാസ്മിൻ വധക്കേസിലെ പ്രതി ഷാജഹാനും കുടുംബവും വീട്ടിൽ താമസിക്കാൻ തിരികെ എത്തിയത് നാട്ടുകാരുടെ കടുത്ത പ്രതിഷേധത്തിനും ചെറിയ തോതിൽ സംഘർഷത്തിനും ഇടയാക്കി. അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ അഴിമതിക്കെതിരെയും LDF UDF അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയ ഭരണത്തിനെതിരെയും BJP പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. അഞ്ചൽ വെസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS സപ്തദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായി കുട്ടികൾ അഞ്ചൽ മാർക്കറ്റ് ശുചീകരിച്ചു. അഞ്ചലിൽ ബ്ലോക്ക് ഫെഡറേറ്റഡ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ അഞ്ചൽ മാർക്കറ്റ് ജംഗ്ഷനിൽ വിഷരഹിത പച്ചക്കറി വിൽപ്പനശാലയുടെ പ്രവർത്തനം ആരംഭിച്ചു. അഞ്ചൽ പഞ്ചായത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. വിഭവസമൃദ്ധമായ ഓണസദ്യയും അത്തപ്പൂക്കളവും പരിപാടിക്ക് മികവേകി. അഞ്ചൽ പഞ്ചായത്തിലെ കുടുംബശ്രീ അംഗങ്ങളുടെ ഓണച്ചന്ത ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു. തലച്ചിറ ജാസ്മിൻ വധക്കേസിലെ പ്രതി ഷാജഹാനും കുടുംബവും വീട്ടിൽ തിരികെ താമസിക്കാനെത്തിയത് നാട്ടുകാരുടെ കടുത്ത പ്രതിഷേധത്തിനും ചെറിയ തോതിൽ സംഘർഷത്തിനും ഇടയാക്കി. ഏറെ കോളിളക്കം സൃഷ്ടിച്ച തലച്ചിറ വധക്കേസിലെ പ്രതി ഷാനവാസ് വീണ്ടും തലച്ചിറയിൽ താമസിക്കാൻ വന്നത് നാട്ടുകാരെ രോഷാകുലരാക്കി. ഹൈക്കോടതി വിധിയുമായി തലച്ചിറയിലെ വീട്ടിൽ വന്ന ഷാനവാസിനെയും കുടുംബത്തെയും താമസിക്കാൻ അനുവദിക്കാതെ നാട്ടുകാർ വീടിനു നേരെ കല്ലെറിയുകയും അസഭ്യം പറയുകയും ചെയ്തു. തുടർന്ന് സ്ഥലത്ത് സംഘർഷാവസ്ഥ ഉണ്ടാവുകയും കൊട്ടാരക്കര SI ബെന്നിലാലിന്റെ നേതൃത്വത്തിൽ കൂടുതൽ പോലീസ് സ്ഥലത്തെത്തി രോഷാകുലരായ നാട്ടുകാരെ പിന്തിരിപ്പിക്കുകയും ചെയ്തു. ഭാര്യയായ ജാസ്മിനെ ഷാനവാസും കുടുംബവും അറിഞ്ഞുകൊണ്ടാണ് കഴുത്തറുത്തു കൊന്നത് എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. സംഘർഷത്തിൽ ഷാനവാസിന്റെ വീടിന്റെ ജനലും കതകും പൂർണ്ണമായും തകർന്നു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. KSEBയുടെ അനാസ്ഥ. അപകടാവസ്ഥയിൽ താഴ്ന്നുകിടക്കുന്ന വൈദ്യുത ലൈൻ കുട്ടികൾക്കും വഴിയാത്രക്കാർക്കും ഒരുപോലെ അപകട ഭീഷണി ഉയർത്തുന്നു. കുളത്തൂപ്പുഴ വൈദ്യുതി ബോർഡിന്റെ സെക്ഷൻ ഓഫീസിന് മുന്നിൽ പോലീസ് സ്റ്റേഷൻ റോഡിലാണ് താഴ്ന്നുകിടക്കുന്ന വൈദ്യുതി ലൈൻ അപകട ഭീഷണി ഉയർത്തുന്നത്. കുളത്തൂപ്പുഴ വില്ലേജ് ഓഫീസ്, CHC തുടങ്ങിയ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് പോകേണ്ട ഏക പാതയിലാണ് അപകട വൈദ്യുതി ലൈൻ ഇപ്പോഴും ഇടതിങ്ങിക്കിടക്കുന്നത്. ഗവൺമെന്റ് UP സ്കൂളിന്റെ ചുറ്റുമതിലിനോട് ചേർന്ന് കടന്നുപോകുന്ന ലൈൻ സമീപത്തെ സ്കൂളിന്റെ 2ാം നിലയിൽ നിന്നും താഴെ ഇറങ്ങാനുള്ള പടികൾക്ക് സമാനമായതിനാൽ വൻ ദുരന്തങ്ങൾക്ക് ഈ ലൈൻ കാരണമാകുമെന്ന ആശങ്കയിലാണ് നിലനിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം കാലിക്ക് വന്ന ലോറി തിരിക്കുന്നതിനിടയിൽ ലോറിയുടെ ക്യാബിൻ ലൈനിൽ തട്ടിയതിനാൽ പോസ്റ്റ് ഒടിഞ്ഞതായി ആരോപിച്ച് KSEB സെക്ഷൻ ഓഫീസിലെ ചില ജീവനക്കാർ ഡ്രൈവറോട് 30,000 രൂപ പോസ്റ്റിന് നഷ്ടപരിഹാരമായി തരണമെന്നാവശ്യപ്പെട്ടു. സംഭവം കണ്ടുനിന്ന നാട്ടുകാരൻ KSEBയുടെ അനാസ്ഥ കാരണം ലൈൻ അപകടകരമായ അവസ്ഥയിൽ കിടക്കുന്നതാണ് എന്നൊക്കെ കാരണമെന്ന് പറഞ്ഞെങ്കിലും KSEBക്കാർ വഴങ്ങിയില്ല. ലൈൻ തകരാറ് പരിഹരിക്കാതെ നഷ്ടം ഈടാക്കണമെന്ന് വിരട്ടി കൈക്കൂലി വാങ്ങി നഷ്ടപരിഹാര തുക ഒഴിവാക്കി കൊടുക്കുന്നത് പതിവാണെന്നും ആരോപണമുണ്ട്. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. വന്യജീവി ശല്യത്തിനെതിരെ പഞ്ചായത്ത് സർവകക്ഷി യോഗം വിളിച്ചു. കുളത്തൂപ്പുഴയിൽ ഹർത്താൽ സംഘടിപ്പിക്കാനാണ് തീരുമാനം. വന്യജീവി ശല്യത്തിനെതിരെയാണ് പഞ്ചായത്ത് സർവകക്ഷി യോഗം വിളിച്ചുകൂട്ടിയത്. വനം വന്യജീവി വകുപ്പിന്റെ അനാസ്ഥയ്ക്കെതിരെ ശക്തമായ സമരപരിപാടികൾക്ക് രൂപം നൽകുന്നതിനാലാണ് യോഗം വിളിച്ചത്. കുറയും എന്ന രീതിയിലേക്കൊന്നും ഇനിയും നമ്മൾ പ്രതീക്ഷിച്ചിട്ട് വലിയ കാര്യം എന്തൊക്കെ സംഭവിച്ചാലും ശരി. ഇപ്പോൾ നമ്മൾ ആനയുടെ കാര്യത്തിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രതിരോധം സൃഷ്ടിച്ചാൽ പോലും കുരങ്ങിൻ്റെ കാര്യത്തിൽ എന്ത് പ്രതിരോധം അത് വേലിയുടെ മണ്ടയിൽ കൂടെ ചാടും, എല്ലാത്തിനും മണ്ടയിൽ കൂടെ ചാടും. അപ്പം നമ്മളൊരു വനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശത്ത് നിവസിക്കുന്ന ആളുകളെന്ന നിലയ്ക്ക് നമ്മൾക്ക് ഈ ആക്രമണങ്ങൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പരമാവധി അതിനെ പ്രതിരോധിക്കുക മാത്രമേ നമ്മുടെ മുന്നിലുള്ള ഏക മാർഗം. നിരവധി മാർഗങ്ങളെക്കുറിച്ച് ഇവിടെ അനിൽകുമാർ, അതുപോലെ പ്രകാശൻ, നമ്മളെല്ലാം അനുഭവസ്ഥരാണ്. നമുക്കെല്ലാം ഓരോ ആശയങ്ങളുണ്ട്. ഇത് 1-2 രീതിയിലൊന്നും ഇത് പരിഹരിക്കാവുന്ന വിഷയങ്ങളല്ല. സെപ്റ്റംബർ 2 കുളത്തൂപ്പുഴയിൽ ഹർത്താൽ നടത്തുന്നതിന് തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ അതേസമയം സെപ്റ്റംബർ 2 ദേശീയ പണിമുടക്കാണെങ്കിൽ മറ്റൊരു ദിവസത്തേക്ക് ഹർത്താൽ തീയതി മാറ്റുമെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. വെട്ടിക്കവല ഗ്രാമപഞ്ചായത്ത് ആശ്രയ പദ്ധതി പ്രകാരം ഓണക്കിറ്റ് വിതരണം നടത്തി.
വെട്ടിക്കവല ഗ്രാമപഞ്ചായത്തിലെ ആശ്രയ പദ്ധതി പ്രകാരം പഞ്ചായത്തിലെ 176 കുടുംബങ്ങൾക്കാണ് ഓണക്കിറ്റ് വിതരണം നടന്നത്. പഞ്ചായത്തിൽ നടന്ന ചടങ്ങിൽ വെട്ടിക്കവല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തലച്ചിറ ആസീസ് ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ ആശ്രയ പദ്ധതിയുടെ 2ാം ഘട്ടം പെട്ടെന്ന് നമ്മൾ ഉത്തരവ് മേടിച്ച് ഇന്ന് തന്നെ നമുക്ക് ഓണത്തിന് മുമ്പ് കൊടുക്കണമെന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 200 രൂപ കാറ്റഗറിയിലുള്ള വിഭാഗവും അതുപോലെ തന്നെ 300 രൂപ കാറ്റഗറിയിലുള്ള 2ാം വിഭാഗവും 400 രൂപ കാറ്റഗറിയിലുള്ള 3ാം വിഭാഗത്തിനും 4 മാസത്തെ തുക കണക്കാക്കി 1200, 1600, 800 രൂപയുടെയും കിറ്റുകൾ നിർധനരായ പാവങ്ങളായ ആശ്രയിക്കാൻ മറ്റാരുമില്ലാത്തവർ സർവേയിലൂടെ കണ്ടെത്തി അവർക്ക് ഇന്ന് കൊടുക്കാൻ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഭക്ഷ്യധാന്യ കിറ്റ് വന്നിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ അനുവാദത്തോടും ആശീർവാദത്തോടും കൂടി ഞാൻ ഈ ഭക്ഷ്യധാന്യ കിറ്റ് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ഓമനയമ്മ സജീവൻ ആദ്യമായി 1200 കിറ്റ് കൊടുത്തുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുമാ കുര്യൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് സജയകുമാർ, പനവേലി മാത്തിക്കുട്ടി, ശ്രീവിദ്യ, ഷാനവാസ് ഖാൻ, പനവേലി തങ്കച്ചൻ, സുജാ സജി തുടങ്ങിയവർ നേതൃത്വം നൽകി. ADV ന്യൂസിൽ ഇനിയൊരു ഇടവേള. തെക്കിന്റെ മണർകാടാം ദേവാലയമേ, തെളിവാർന്ന മനസ്സുമായി വരുന്നു ഞങ്ങൾ. കർത്താവിൽ പ്രിയരെ, മലങ്കര ഓർത്തഡോക്സ് സഭയുടെ തിരുവനന്തപുരം ഭദ്രാസനത്തിലെ തെക്കൻ മണർകാട് എന്നറിയപ്പെടുന്ന വിശ്വാസികളുടെ ആശാകേന്ദ്രവും നാനാജാതി മതസ്ഥരുടെ അഭയവുമായിരിക്കുന്ന അന്തർദേശീയ മർത്തമറിയം തീർത്ഥാടന കേന്ദ്രമായ ആലഞ്ചേരി സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിലെ എല്ലാ വർഷവും നടത്തിവരുന്ന 8 നോമ്പ് പെരുന്നാളും കൺവെൻഷനും 2015 ഓഗസ്റ്റ് മാസം 30-ാം തീയതി മുതൽ സെപ്റ്റംബർ മാസം 8-ാം തീയതി വരെ അഭിമന്യ തിരുമേനിമാരുടെയും വന്യ കോറപ്പിസ്കോപ്പന്മാരുടെയും ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരുടെയും കാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്നു. വിവിധ പരിപാടികളിൽ ബഹുമാനപ്പെട്ട കൊല്ലം MP NK പ്രേമചന്ദ്രനും സ്ഥലം MLA അഡ്വക്കേറ്റ് K രാജുവും സംബന്ധിക്കുന്നു. വിശുദ്ധ ദേവമാതാവിൻ്റെ 8 നോമ്പ് പെരുന്നാളിലും ഭക്തി നിർമ്മരമായ റാസയിലും പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കുന്നതിന് ആലഞ്ചേരി തീർത്ഥാടന പള്ളിയിലേക്ക് ഏവരെയും കർത്തൃനാമത്തിൽ ക്ഷണിക്കുന്നു. പ്രാർത്ഥനാപൂർവം നിങ്ങളുടെ മാത്യു തോമസ് അച്ഛൻ. PTS മൊബൈൽ സ്മാർട്ട് ഫോൺ ഷോപ്പ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി മികച്ച സേവനങ്ങളോടെ അഞ്ചലിന്റെ ഹൃദയഭാഗത്ത് നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു PTS മൊബൈൽ സ്മാർട്ട് ഫോൺ ഷോപ്പ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ. എല്ലാ പ്രമുഖ കമ്പനികളുടെയും സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്സ് കൂടാതെ എല്ലാവിധ ആക്സസറീസ്, സെയിൽസ് ആൻഡ് സർവീസിംഗ് മികച്ച രീതിയിൽ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു. ഐഫോൺ, HTC, സോണി, സാംസങ്, നോക്കിയ, പാനാസോണിക്, ലെനോവോ തുടങ്ങിയ എല്ലാവിധ കമ്പനികളുടെയും മൊബൈൽ ഫോണുകൾ ഇവിടെ നിന്നും ലഭ്യമാണ്. പാരമ്പര്യം, വിശ്വസ്തത, മികച്ച സേവനം. PTS മൊബൈൽ സ്മാർട്ട് ഫോൺ ഷോപ്പ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ. ഫോൺ 047522755511. മൊബൈൽ 9447334488. ഗാനം ടെക്സ്റ്റൈൽസ്, അഞ്ചൽ. തെക്കൻ കേരളത്തിൽ വിലക്കുറവിന് പേരുകെട്ട വസ്ത്രവ്യാപാരശാലകൾ.
ഗാനം ടെക്സ്റ്റൈൽസ് അഞ്ചൽ. ഗാനം സാരീസ് മെഗാ ഡിസ്കൗണ്ട് സെയിൽ. എല്ലാ വസ്ത്രങ്ങൾക്കും എന്നും അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഗാനം ടെക്സ്റ്റൈൽസ് അഞ്ചൽ. മാറിമറിയുന്ന വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുരൂപം നൽകുന്ന ഏക വസ്ത്രാലയം JBS കിഡ്സ് ആൻഡ് മെൻസ് വെയർ, പുനലൂർ റോഡ്, അഞ്ചൽ. അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ അതിവിശാലമായ ഷോറൂം. ആൺകുട്ടികളുടെയും യുവാക്കളുടെയും മനം കവരുന്ന ഏറ്റവും പുതിയ മോഡൽ ഷർട്ടുകൾ, ജീൻസുകൾ, ടീഷർട്ടുകൾ, ട്രൗസറുകൾ എന്നിവ ഇവിടെ നിന്നും മിതമായ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. എന്തെന്നാൽ ഞങ്ങളും നിങ്ങളിൽ ഒരാളാണ്. കേവലം വസ്ത്രങ്ങൾക്കുപരി നിങ്ങളുടെ മനസ്സിനെ കുളിരണിയിക്കുന്ന വിശ്രമമുറി, അതിവിശാലമായ കാർ പാർക്കിംഗ് എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകത. JBS കിഡ്സ് ആൻഡ് മെൻസ് വെയർ, പുനലൂർ റോഡ്, അഞ്ചൽ. ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ JB സ്പെയർസ്, കുരിശിൻമുക്ക്, പനശവിള, JBS ഓട്ടോമോട്ടീവ്, തടിക്കാട്. ശതമാനം 916 ഹോൾമാർക്ക് പ്യൂരിറ്റിയോടെ മഞ്ഞളി ജ്വല്ലേഴ്സ്. വാർത്തകൾ തുടരുന്നു. അഞ്ചൽ വെസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS സപ്തദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായി കുട്ടികൾ അഞ്ചൽ മാർക്കറ്റ് ശുചീകരിച്ചു. കുട്ടികളിൽ പരസ്പര സഹകരണവും സഹവർത്തിത്വവും ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ അഞ്ചൽ വെസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന NSS സപ്തദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായി കുട്ടികൾ അഞ്ചൽ മാർക്കറ്റ് വൃത്തിയാക്കി. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആദ്യ ബാച്ച് NSS വോളണ്ടിയർമാരുടെ സപ്തദിന സഹവാസ ക്യാമ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ശുചീകരണ പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാർക്കറ്റ് ശുചീകരണമാണ് നമ്മൾ മനസ്സിൽ വെച്ചിരുന്നതെങ്കിലും വരുന്ന വഴിയിൽ തന്നെ മാലിന്യങ്ങൾ കൂടുതലായതുകൊണ്ട് ബസ് സ്റ്റേഷനിലേക്ക് കയറുകയായിരുന്നു. ഉച്ചവരെ ഇവിടെ നിൽക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ പോലീസ് സ്റ്റേഷൻ പരിസരവും മാർക്കറ്റ് ഭാഗങ്ങളും നമ്മൾ ശുചീകരണം നടത്തുന്നതാണ്. അതോടനുബന്ധിച്ച് തന്നെ വിദ്യാഭ്യാസ സെമിനാറുകളും മറ്റ് നിയമജ്ഞന്മാരുടെയും പോലീസ് ഉദ്യോഗസ്ഥരുടെ ക്ലാസ്സുകളും ഉണ്ട്. വിദ്യാഭ്യാസ സെമിനാർ സ്കൂളിനകത്ത് ഗവൺമെൻറ് LPS അഞ്ചൽ വെച്ചാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ഈ തരത്തിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഈ ശുചീകരണ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഈ വോളണ്ടിയർ ലീഡർ ബിപിൻ ഗിരീഷ് പറഞ്ഞു. പ്രത്യേകിച്ച് മാർക്കറ്റാണ് ശുചീകരിക്കാൻ തീരുമാനിച്ചത്. മാർക്കറ്റിൽ അത്ര നല്ല കാലാവസ്ഥ അല്ലാത്തതുകൊണ്ടാണ് ഇന്ന് ബസ് സ്റ്റാൻഡും ഓട്ടോ സ്റ്റാൻഡും ശുചീകരിക്കാമെന്ന് കരുതിയത്. നാളെ ഇനി വരും ദിവസങ്ങളിൽ മാർക്കറ്റ്, LP സ്കൂളിൻ്റെ പരിസരങ്ങൾ, തുടർന്ന് പരിസരങ്ങൾ നമ്മൾ വൃത്തിയാക്കും. അതുകൂടാതെ NSS ഒരു സേവന സംഘടന എന്ന് പറയുന്നത് ഒരു എഡ്യൂക്കേഷണൽ സംഘടന കൂടിയാണ്. അതുകൊണ്ട് തന്നെ സെമിനാറുകൾ ഒരുപാട് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ വോളണ്ടിയേഴ്സിന് ആവശ്യമായ ജീവിതത്തിൽ ഇനി 5-7 ദിവസമുണ്ട്. സപ്തദിന ക്യാമ്പാണിത്. ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതിനുള്ള ഒരു ക്യാമ്പാണിത്. അപ്പം സാമൂഹ്യപരവും അവരുടെ ജീവിതപരവുമായ ലക്ഷ്യങ്ങൾ, അവർക്ക് ഉന്നമനത്തിലുള്ള ലക്ഷ്യങ്ങളാണ് നമ്മൾ വെക്കുന്നത്. മാർക്കറ്റിലെ കരമാലിന്യങ്ങളും മറ്റും വേർതിരിച്ചാണ് വിദ്യാർത്ഥികളുടെ കാര്യക്ഷമത വെളിവാക്കുന്ന പ്രവർത്തനം കാഴ്ചവെച്ചത്. ഓണമാകുന്നതോടെ മാർക്കറ്റിലെത്തുന്ന ആളുകൾക്ക് വൃത്തിയുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ക്യാമ്പ് വഴി സാധിച്ചു. കൗതുകത്തോടെയാണ് പലരും ഇത് നോക്കിക്കണ്ടത്. ഇവന്മാർക്കൊന്നും വേറെ പണിയില്ലേ എന്ന മട്ടിൽ പലരും പരിഹസിക്കുന്നതും കാണാമായിരുന്നു. എന്തായാലും NSS ക്യാമ്പിന്റെ പ്രവർത്തനം മൂലം ചന്തയ്ക്കുള്ളിലെ കുറച്ച് കരമാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പണി പൂർത്തീകരിച്ച അഗസ്തിക്കോട് പുളിമുട്ടിൽ റോഡിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S ജയമോഹൻ നിർവഹിച്ചു. അഗസ്തിക്കോട് പുളിമുട്ടിൽ റോഡിന് അഞ്ചൽ പഞ്ചായത്ത് 4 ലക്ഷം രൂപ ഉപയോഗിച്ച് കോൺക്രീറ്റ് പണി പൂർത്തീകരിച്ചതിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S ജയമോഹൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ മേഖലയിലെ ജനങ്ങളുടെ ചിരകാല അഭിലാഷം ഗ്രാമപഞ്ചായത്ത് സാക്ഷാത്കരിക്കപ്പെട്ട് സമർപ്പിക്കുന്ന ഒരു സുദിനമാണ്. ഉൾപ്രദേശങ്ങളിലും പഴയകാലത്ത് നിന്ന് വ്യത്യസ്തമായി പട്ടണപ്രദേശങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് അഞ്ചൽ പഞ്ചായത്ത്. അപ്പോൾ എല്ലാ ഇടവഴികളും ഓടുവഴികളും എല്ലാം
ടാറിട്ടും കോൺക്രീറ്റ് ചെയ്യും സമർപ്പിക്കുക എന്നുള്ള ഒരു ബ്രേക്ക് പദ്ധതി തന്നെ അഞ്ചൽ പഞ്ചായത്തിൽ നടന്നു വരുന്നുണ്ട്. അതിലേറ്റവും മാതൃകാപരമായി അരച്ചക്കോട് വാർഡിൽ എല്ലാ റോഡുകളും ടാറിട്ടതോ കോൺക്രീറ്റ് ചെയ്യുന്നതോ ആയിട്ടുള്ള നിലയിലാണ് ഇപ്പോൾ നടന്നു വരുന്നത്. അത് പൂർത്തിയാക്കി സമർപ്പിക്കാൻ വേണ്ടി മുൻകൈ എടുക്കാം. എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് നാട മുറിച്ച് റോഡിന് ഉദ്ഘാടനം നിർവഹിക്കും. പഞ്ചായത്ത് അംഗങ്ങളായ അനിൽകുമാർ, ബദറുദ്ദീൻ എന്നിവർ പ്രസംഗിച്ചു. പ്രദേശവാസികൾ പായസം വിതരണം ചെയ്തുകൊണ്ടാണ് സന്തോഷം പ്രകടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ജോലിക്കിടയിലുണ്ടായ അപകടത്തിൽപ്പെട്ട് ഇരുകാലുകളും തളർന്ന കിടപ്പിലായ സുരേഷിന് അഞ്ചൽ വെസ്റ്റ് ഇലക്ട്രിക്കൽ സെക്ഷനിലെ ജീവനക്കാർ ഓണക്കിറ്റും ധനസഹായവും നൽകി. വൈദ്യുതി ലൈനിൽ ജോലി ചെയ്യുന്നതിനിടെ അപകടത്തിൽപ്പെട്ട് ഇരു കാലുകളും തളർന്ന് കിടപ്പിലായ അഞ്ചൽ കൈപ്പള്ളിമുക്ക് തുമ്പിക്കുന്നിൽ സുരേഷിന് അഞ്ചൽ വെസ്റ്റ് ഇലക്ട്രിക്കൽ സെക്ഷനിലെ ജീവനക്കാർ ഓണക്കിറ്റും ധനസഹായവും നൽകി. പുനലൂർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജോൺസൺ, അഞ്ചൽ വെസ്റ്റ് അസിസ്റ്റന്റ് എഞ്ചിനീയർ അർജുനൻ, സീനിയർ സൂപ്രണ്ട് എസ് കബീർ, KCB അഞ്ചൽ വെസ്റ്റ് ഓഫീസിലെ മറ്റു ജീവനക്കാർ എന്നിവർ ശേഖരിച്ച ധനസഹായവും ഓണക്കിറ്റുമാണ് സുരേഷിന്റെ വീട്ടിലെത്തിച്ചത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. അഞ്ചൽ പഞ്ചായത്തിലെ അഴിമതിക്കെതിരെയും LDF UDF അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയ ഭരണത്തിനുമെതിരെയും BJP പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. അഞ്ചൽ പഞ്ചായത്തിലെ അഴിമതിക്കെതിരെയും LDF UDF അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയ ഭരണത്തിനുമെതിരെയും BJP അഞ്ചൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഞ്ചൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. BJP ജില്ലാ സെക്രട്ടറി പൂന്തോപ്പിൽ സത്യൻ പഞ്ചായത്ത് ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. അതുപോലെ മലപ്പുറം ജില്ലയിൽ കുറേയധികം പഞ്ചായത്തുകൾ, അതുപോലെ കൊല്ലം ജില്ലയിൽ മറ്റൊരു പഞ്ചായത്തുണ്ടായി, പുത്തൂര് എന്റെ ദേശം, അവിടെ ഒരു ന്യൂനപക്ഷ പഞ്ചായത്ത്. അതുപോലെ കൊല്ലം ജില്ലയിൽ മറ്റൊരു പഞ്ചായത്തുണ്ടായി, ഞാൻ പ്രഭാരിയായിട്ടുള്ള ചവറ മണ്ഡലത്തില് പന്മന പഞ്ചായത്ത്. ആ പന്മന പഞ്ചായത്തിനെ രണ്ടായി വിഭജിച്ചപ്പോൾ വടക്കന്തല ഒരു പഞ്ചായത്ത്, പന്മന ഒരു പഞ്ചായത്ത്. ആ പഞ്ചായത്തിൽ ഒരെണ്ണം ഒരു ന്യൂനപക്ഷ പഞ്ചായത്ത്. ഇതിലെങ്കിലും ഒന്നായിരിക്കണം ഈ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ ദൂരവ്യാപകമായ ഒരു ചിന്ത, ഒരു ദൂരവ്യാപകമായ കാഴ്ചപ്പാടതിലുണ്ട്. എന്താണ്? കേരള സംസ്ഥാനത്തിൽ എത്ര മുസ്ലിം പഞ്ചായത്തുകളുണ്ട്, എത്ര മുസ്ലിം പ്രസിഡന്റുമാരുണ്ട്, അതിനാനുപാതികമായ മുസ്ലിം ലീഗിന് അസംബ്ലിയിൽ സീറ്റ് വേണ്ടിയിരിക്കുന്നു. അതിനാനുപാതികമായിട്ട് ഈ സംസ്ഥാനത്തിലെ നമ്മുടെ പള്ളിയിലെ പാതിരിമാർക്ക് മാർക്സിസ്റ്റ് പാർട്ടിയോടും ഇടതുപക്ഷത്തോടും വലതുപക്ഷത്തോടും പേശേണ്ടിയിരിക്കുന്നു. എത്ര ക്രിസ്ത്യൻ നാമധാരികൾ, എത്ര പള്ളിയിൽ പോകുന്ന കുമ്പസാരിക്കുന്ന എത്ര പേരെ സ്ഥാനാർത്ഥികളാക്കണമെന്ന് ആവശ്യപ്പെടേണ്ടിയിരിക്കുന്നു. അതിന്റെ ഒരു ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു അനുഭവസ്ഥനാണ് ഞാൻ. എന്റെ പഞ്ചായത്തിൽ, കിഴക്കുകളുടെ പഞ്ചായത്തിൽ കഴിഞ്ഞ പ്രാവശ്യം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസ് പാർട്ടിക്കും കഷ്ടകാലത്തിന് BJPക്ക് ഒരു സീറ്റും കിട്ടിയില്ല. അവിടെ കിട്ടിയത് ഹിന്ദുക്കളില് 4 സീറ്റ്, 15 സീറ്റുള്ളതിൽ 5 സീറ്റ്. ഒരു തോട്ടത്തിൽ കൊണ്ടുചെന്ന ഈ പറയുന്ന പോലെ ഇവിടുത്തെ മാലിന്യം ഡംപ് ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. നമ്മൾ മനസ്സിലാക്കണം, അതിനെ ഇവിടുത്തെ വിഷ്വൽ മീഡിയകളെ ഉൾപ്പെടെ അതിനെക്കുറിച്ച് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചു, ബഹുമാന്യായ സക്കീർ ഹുസൈനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ഞങ്ങൾക്കറിയില്ല. ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനോട് ചോദിച്ചപ്പോൾ അത് ഞങ്ങൾക്കറിയില്ല. എത്ര രൂപ അനുവദിച്ചു? അത് 1,50,000 രൂപ. 1,50,000 രൂപ തറവാട്ടിൽ നിർത്തുകൊണ്ട് വന്നതാണോ? ഇവിടുത്തെ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഇവിടുത്തെ തറവാട്ട് ശക്തി കൊണ്ടുവന്നതാണ്. ഈ 1.5 ലക്ഷം രൂപ ഡംപ് ചെയ്തിട്ട് അത് ഇവിടുത്തെ തടിക്കാട് ഒരു സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ കൊണ്ടുചെന്ന് കുഴിച്ചിട്ടുണ്ട്. ഒരു 5 ദിവസം കഴിഞ്ഞപ്പോൾ മാലിന്യം, അതിൽ നിന്ന് വരുന്ന ചീഞ്ഞളിഞ്ഞ ജലം, അത് സമീപവാസികളായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങള് അത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയപ്പോൾ അതിനെതിരെ പ്രതികരിക്കുവാൻ, ശക്തമായിട്ട് മുന്നോട്ട് വരുവാൻ ഭാരതീയ ജനതാ പാർട്ടി മാത്രമായിരുന്നു ഉള്ളത് എന്നുള്ള കാര്യം ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവനും ആഗ്രഹിക്കുന്നവരാണ്, അംഗീകരിക്കുന്നവരാണ്. BJP നേതാക്കളായ ആലഞ്ചേരി ജയചന്ദ്രൻ, വടമൺ ബിജു, MK അജയൻ, നന്ദൻ, അരുൺ ചന്ദ്രശേഖരൻ, ബേബി കളീക്കൽ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ADV ന്യൂസിൽ ഇനിയൊരു ഇടവേള. സ്മാർട്ട് സൂപ്പർ മാർക്കറ്റ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ. ക്വാളിറ്റിയിലും വിശ്വാസ്യതയിലും 1ാം സ്ഥാനം നിലനിർത്തിക്കൊണ്ട് സ്മാർട്ട് സൂപ്പർ മാർക്കറ്റ്
അഞ്ചൽ പട്ടണത്തിന്റെ ഹൃദയഭാഗത്തായി വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി നിങ്ങൾക്കായി പ്രവർത്തിക്കുന്നു. സ്മാർട്ട് സൂപ്പർ മാർക്കറ്റ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ. ഫ്രോസൺ ഫുഡ്സ്, പാൽ ഉൾപ്പെടെ ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാം ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിട്ടുവീഴ്ചയില്ലാത്ത ക്വാളിറ്റി, ഏറ്റവും താഴ്ന്ന വില. സ്മാർട്ടിൽ വന്നാൽ പിന്നെ മറ്റെങ്ങും പോകേണ്ട, എല്ലാം ഇവിടെ കിട്ടും. സ്മാർട്ട് സൂപ്പർ മാർക്കറ്റ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ. സ്മാർട്ടിൽ വന്നാൽ നിങ്ങൾക്ക് മറ്റെങ്ങും പോകേണ്ടി വരില്ല. അർച്ചന ഫാമിലി AC ആൻഡ് നോൺ AC റെസ്റ്റോറന്റ്, അഞ്ചൽ. രുചികരമായും വൃത്തിയോടും തയ്യാറാക്കുന്ന സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ് ആൻഡ് തന്തൂരി ചിക്കൻ തുടങ്ങിയ എല്ലാത്തരം ഫുഡ് ഐറ്റംസുകളും ഞങ്ങൾ സെർവ് ചെയ്യുന്നു. AC നോൺ AC റൂമുകളും റൂഫ് ഗാർഡൻ, കോൺഫറൻസ് ഹാൾ ഡെയിലി റെന്റിന് ഞങ്ങൾ നൽകുന്നു. കൂടാതെ എല്ലാത്തരം ഫംഗ്ഷനുകൾക്കും ഓർഡർ പ്രകാരം ഫുഡ് ഐറ്റംസുകൾ എത്തിച്ചു നൽകുന്നു. Archana Family AC and non AC Restaurant, Anjal. Contact 0475 227 332 9947 03 5040. പരസഹായത്തോടെ മാത്രം ജീവിച്ചിരുന്ന അനേകം രോഗികളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിന്റെ ചാരിതാർത്ഥ്യത്തോടെ ശ്രീവിനായക ഫിസിയോതെറാപ്പി സെന്റർ, സർക്കിൾ ഓഫീസിന് സമീപം, മാർക്കറ്റ് ജംഗ്ഷൻ, അഞ്ചൽ. ഫോൺ 9495042901. വാതം, നട്ടല്, ഞരമ്പ്, അസ്ഥി എന്നിവ സംബന്ധിച്ച രോഗങ്ങൾ, കുട്ടികൾക്ക് ജന്മന ഉണ്ടാകുന്ന അംഗവൈകല്യം എന്നിവയ്ക്ക് ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ വിദഗ്ധമായ ഫിസിയോതെറാപ്പി ചികിത്സ നൽകുന്നു. പക്ഷാഘാതം, തളർവാദം, സന്ധിവാദം, ആമവാദം, രക്തവാദം, ചുടുവാദം, പേശിവാദം, ടെന്നിസ് എൽബോ, ഫൈബ്രോമയാൽജിയ, സെറിബ്രൽ പാലസി, സ്പൈന ഫൈബിഡ, സിറിഞ്ചോമൈലിയ, സ്പൈനൽ കോഡിനുണ്ടാകുന്ന തകരാറുകൾ എന്നിവയ്ക്ക് പരിഹാരം. പ്ലേറ്റ്, സ്ക്രൂ എന്നിവ ഇട്ടതിനു ശേഷം സന്ധികൾക്ക് വഴക്കമുണ്ടാകാനുള്ള ചികിത്സ നൽകുന്നു. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഫിസിയോതെറാപ്പിസ്റ്റ് എസ് ലജീഷിന്റെ പരിചയസമ്പന്നതയും സമർപ്പണവും. ശ്രീവിനായക, എ കംപ്ലീറ്റ് ഫിസിയോതെറാപ്പി സെന്റർ. ഫോൺ 9495042901. അഞ്ചലിൽ ബ്ലോക്ക് ഫെഡറേറ്റഡ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ അഞ്ചൽ മാർക്കറ്റ് ജംഗ്ഷനിൽ വിഷരഹിത പച്ചക്കറി വിൽപ്പനശാലയുടെ പ്രവർത്തനം ആരംഭിച്ചു. ഓണക്കാലം ലക്ഷ്യമിട്ടാണ് വിപണനം. കേരള കൃഷി വകുപ്പിന്റെ സഹായത്തോടെ പ്രവർത്തിച്ചു വരുന്ന അഞ്ചൽ ബ്ലോക്ക് തല ഹരിത ഫെഡറേറ്റഡ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ ഓണക്കാലത്ത് ജൈവ പച്ചക്കറി ഗ്രൂപ്പുകളിൽ നിന്നും സംഭരിച്ച് വിതരണം നടത്തുന്നതിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച വൈകിട്ട് 4 മണിക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KN വാസവന്റെ അധ്യക്ഷതയിൽ പുനലൂർ MLA K രാജു ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാം കൂടെ വന്നോ? ഇവിടെ ഇപ്പോൾ സംഘടിപ്പിക്കും. നമ്മുടെ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് മേഖലയിൽ ബ്ലോക്ക് പഞ്ചായത്ത് തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് നമ്മുടെ ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയായിട്ടുള്ള ഹരിത ഫെഡറേറ്റഡ് ഓർഗനൈസേഷനുകൾ പ്രവർത്തിച്ചു വരുന്നതിന്റെ ഭാഗമായി അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് ഈ ഫെഡറേറ്റഡ് ഓർഗനൈസേഷൻ പല വിപണികളും ഇതിനോടകം തന്നെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് നമ്മുടെ ഹിൽ ഏരിയ ഡെവലപ്മെന്റ് അതോറിറ്റിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഏതാണ്ട് 15 ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ചുകൊണ്ട് തെന്മല പഞ്ചായത്തിൽ ഇടമൺ എന്ന് പറയുന്ന പ്രദേശത്ത് ഈ ഹരിത ഫെഡറേറ്റഡ് ഓർഗനൈസേഷന് വേണ്ടി തന്നെ ഒരു കെട്ടിടത്തിന്റെ നിർമ്മാണവും പൂർത്തീകരിച്ചിട്ടുണ്ട്. പദ്ധതിയെപ്പറ്റിയുള്ള വിശദീകരണം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അഞ്ചൽ ബ്ലോക്ക് ശ്രീതല കുഞ്ഞമ്മ നിർവഹിച്ചു.
തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറികളുടെ ഒഴുക്ക് തടയുകയും സാധാരണക്കാർക്ക് ന്യായവിലയിൽ പച്ചക്കറികൾ എത്തിച്ചു കൊടുക്കുകയുമാണ് വിപണിയുടെ ലക്ഷ്യം. ചടങ്ങിൽ കർഷകർക്കുള്ള ആനുകൂല്യ വിതരണവും ഉണ്ടായിരുന്നു. ചടങ്ങിൽ ഹരിത ഫെഡറേറ്റഡ് സമിതി പ്രസിഡന്റ് എസ് ഷാജഹാൻ, അഞ്ചൽ പഞ്ചായത്ത് പ്രസിഡന്റ് KR ലളിതാഫായി, അലയമൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജുമൈലത്ത് ഷാജഹാൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ വിജയമ്മ ചന്ദ്രമോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. അഞ്ചൽ പഞ്ചായത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. വിഭവസമൃദ്ധമായ ഓണസദ്യയും അത്തപ്പൂക്കളവും പരിപാടിക്ക് മികവേകി. അഞ്ചൽ പഞ്ചായത്തിൽ ഓണാഘോഷവും ഓണസദ്യയും നടന്നു. പഞ്ചായത്ത് അംഗങ്ങൾ അത്തപ്പൂവിടുകയും ഓണപ്പാട്ട് പാടിയുമാണ് പഞ്ചായത്തിലെ ജീവനക്കാരും പഞ്ചായത്ത് അംഗങ്ങളും ഓണം ആഘോഷിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് KR ലളിതാഫായി, വൈസ് പ്രസിഡന്റ് ഗിരിജ തമ്പി, പഞ്ചായത്ത് അംഗങ്ങളായ A സക്കീർ ഹുസൈൻ, ബദറുദ്ദീൻ, തോയിത്തല മോഹനൻ, പഞ്ചായത്ത് സെക്രട്ടറി ജയപ്രകാശ് എന്നിവർ ഓണാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഗുരുനാഥന്മാർക്കും എൻ്റെ ഓണാശംസകൾ. ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും നല്ലൊരു ഓണം കൂടി ഒന്നിച്ച് ആഘോഷിക്കാം. നമ്മുടെ അഞ്ചൽ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ഓണാഘോഷ പരിപാടി വിപുലമായ സദ്യയൊക്കെയായിട്ട് സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ ഇനി വരും വർഷങ്ങളിലും നമുക്ക് ഇതിനേക്കാൾ മെച്ചമായ രീതിയിൽ ഒരു ഓണാഘോഷം നടത്താൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാ മലയാളികൾക്കും സമ്പൽ സമൃദ്ധിയുടെ ഒരു ഐശ്വര്യപൂർണ്ണമായ ഓണം ആശംസിച്ചുകൊണ്ട് അഞ്ചൽ നിവാസികൾക്ക് ഈ ഓണം സമാധാനപൂർണമായ സന്തോഷപ്രദമായ ആഹ്ലാദ ആരവങ്ങളിൽ മുഴക്കുന്ന ഒരു ഓണമായി തീരട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ് ആശംസിക്കുന്നു. അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് നിവാസികൾക്ക്, കേരളത്തിലെ മലയാളികൾക്കും ഈ വർഷത്തെ പൊന്നോണ ആശംസകൾ നേരുകയാണ്. വളരെ പ്രതീക്ഷയോടെയാണ് ഈ ഓണത്തെ നമ്മൾ വരവേൽക്കുന്നത്. തീർച്ചയായും ആരോഗ്യകരമായ സമ്പുഷ്ടമായ ഒരു തിരുവോണം മലയാളികൾക്ക് സമ്മാനിക്കുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. തുടർന്ന് വിഭവസമൃദ്ധമായ ഓണസദ്യയും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. അഞ്ചൽ കരികോൺ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ NSSന്റെ ഓണാവധിക്കാല ക്യാമ്പിന്റെ ഭാഗമായി അഞ്ചൽ SI മനോജ് കുമാർ ട്രാഫിക് നിയമം, പോലീസും ജനവും എന്ന വിഷയത്തെപ്പറ്റി ക്ലാസ് സംഘടിപ്പിച്ചു. കരികോൺ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ NSSന്റെ ഓണാവധിക്കാല ക്യാമ്പ് നടക്കുന്നതിന്റെ ഭാഗമായി അലയമൺ LP സ്കൂളിൽ നടക്കുന്ന ക്യാമ്പിൽ വിദ്യാർത്ഥികൾക്ക് അഞ്ചൽ SI CK മനോജ് ട്രാഫിക് നിയമം, പോലീസും ജനവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ലാൻഡ് ഓർഡർ എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തുള്ള ആളുകളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ളതാണ് പോലീസിന്റെ പ്രധാന ഡ്യൂട്ടി. വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ഉണ്ടോ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ? ഇപ്പൊ ഒരാളുടെ ഏറ്റവും വലിയ സ്വത്ത് എന്ന് പറയുന്നത് എന്താണ്? അയാളുടെ ജീവനാണ്. അതുകൂടാതെ ആ ജീവൻ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ബാക്കിയുള്ള അസറ്റുകളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഭരണഘടനാപരമായി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംവിധാനമാണ് പോലീസ്. അത് പോലീസ് രണ്ട് ടൈപ്പുണ്ട്. ആൾ ഇന്ത്യയിലെ IPC കളുണ്ട്, കേരളത്തിലുള്ള ലോക്കൽ പോലീസ്. അതാണ് ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇപ്പം കേരളത്തിലെ സാധാരണ പോലീസ് അറിയുന്നത് കേരള സിവിൽ പോലീസ് എന്നാണ്. ജനങ്ങളുടെ പോലീസ്, കേരള സിവിൽ പോലീസ്. നേരത്തെ അത് കേരള പോലീസ് ആയിരുന്നു, ഇപ്പം കേരള സിവിൽ പോലീസ് ആണ്. അവരാണ് ഈ ജനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിഹരിക്കുകയും ചെയ്യുന്നത്.
ക്യാമ്പിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ 22-നാണ് ജില്ലാ പഞ്ചായത്ത് അംഗം വിജയമ്മ ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തത്. ക്യാമ്പ് 27-ന് സമാപിക്കും. അധ്യാപകരായ അരുൺകുമാർ, ജി ബൈജു എന്നിവരുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ആയിരവല്ലി ക്ഷേത്രം PGT റോഡിന്റെ ഉദ്ഘാടനത്തിൽ സന്തോഷം പങ്കിടാൻ പായസ വിതരണവും. ഉദ്ഘാടനം പുനലൂർ MLA അഡ്വക്കേറ്റ് കെ രാജു നിർവഹിച്ചു. ആയിരവല്ലി ക്ഷേത്രം PGT റോഡിന് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും അനുവദിച്ച 10 ലക്ഷം രൂപ ഉപയോഗിച്ച് പുതിയതായി റോഡ് നിർമ്മിക്കുകയും റോഡിന്റെ കോൺക്രീറ്റ് പണികൾ പൂർത്തീകരിക്കുകയും ചെയ്തതിന്റെ ഉദ്ഘാടനം കെ രാജു MLA നിർവഹിച്ചു. അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് 10 ലക്ഷം രൂപ വകയിരുത്തി ഇവിടെ അലേമൺ ആറോ ജംഗ്ഷൻ റോഡിന്റെ പണി പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഈ പ്രദേശത്തെ ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് ഏറെ സന്തോഷമുള്ള സംഗതിയാണ്. മുൻപ് ഈ റോഡുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു 2-3 ഘട്ടമായി കുറച്ച് ഏറെ പണികൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. മുൻ വാർഡ് മെമ്പർ അടക്കം ഉള്ള ആളുകൾ ആ കാര്യത്തിൽ മുൻകൈ എടുത്തവരാണ്. എന്നാൽ അതിനെ തുടർന്ന് ബാക്കിയുള്ള ഏറ്റവും മോശമായി കിടന്ന ഈ ഭാഗത്ത് ഇപ്പോൾ പണി പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി ബ്ലോക്ക് പഞ്ചായത്ത് സ്വീകരിച്ചത് ഏറ്റവും നല്ല കാര്യമാണ്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെയും ആ സമിതി അംഗങ്ങളെയെല്ലാം ഈ അവസരത്തിൽ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ഈ റോഡ് താഴെ അറ്റത്ത് എന്ന് ചെറിയുടെ അവിടെ വരെ പോകുന്ന റോഡാണ്. അതിൽ അങ്ങ് വരെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല. എങ്കിലും ഏറ്റവും ദുർഘടമായ മേഖലയിൽ കോൺക്രീറ്റ് ചെയ്ത് പൂർത്തീകരിച്ച് യാത്രക്കാർക്കും അതുപോലെ തന്നെ വാഹനങ്ങൾ സഞ്ചരിക്കുന്നതിനുമെല്ലാം തീർച്ചയായിട്ടും സഹായമാകും. ഈ റോഡ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ബാക്കി വരുന്ന ഫണ്ട് ബ്ലോക്ക് പഞ്ചായത്തോ ഗ്രാമപഞ്ചായത്തോ അതല്ലെങ്കിൽ MLA ഒക്കെ ആലോചിച്ച് ആ കാര്യം നിർവഹിക്കുന്നതായിരിക്കും എന്നുകൂടി ഈ പ്രാവശ്യം. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KN വാസവൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ G പ്രമോദ്, പഞ്ചായത്ത് അംഗം അഖിൽ രാധാകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. പ്രദേശവാസികൾ പായസം വിതരണം ചെയ്യുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. അഞ്ചൽ പഞ്ചായത്തിലെ കുടുംബശ്രീ പ്രവർത്തകരുടെ ഓണച്ചന്ത ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S ജയമോഹൻ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്തിലെ കുടുംബശ്രീ പ്രവർത്തകരുടെ ഓണച്ചന്ത ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു. CDSന്റെ നേതൃത്വത്തിൽ ഇതുപോലെയൊരു സംരംഭയുടെ ഇപ്പോൾ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ച് പ്രവർത്തനം ആരംഭിക്കുന്നു. ഇവിടെ പ്രിയപ്പെട്ട സെക്രട്ടറിയും മറ്റും പറഞ്ഞ പോലെ കഴിഞ്ഞ ഓണം വിപണന മേള ഉദ്ഘാടനം ചെയ്യുന്ന സന്ദർഭത്തിൽ ഞങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾക്ക് നൽകിയ ഒരു പ്രധാനപ്പെട്ട ഉറപ്പായിരുന്നു, ഈ വർഷം നിങ്ങൾ ഓണം ആഘോഷിക്കുമ്പോൾ ജില്ലാ പഞ്ചായത്ത് 25 ലക്ഷം രൂപ മുടക്കി പദ്ധതി അംഗീകരിച്ചിട്ടുള്ള അതിൽപ്പെടുത്തി സ്വന്തമായി ഒരു കുടുംബശ്രീ വിപണന കേന്ദ്രം നിങ്ങൾക്കായി സമർപ്പിക്കും എന്ന് അന്ന് നൽകിയ ഉറപ്പാണ് 2 ആഴ്ചയ്ക്ക് മുമ്പ് പാലിക്കപ്പെട്ടിട്ടുള്ളത്. അല്പം കൂടി അറ്റകുറ്റ പണികൾ പൂർത്തിയാക്കി കഴിയുമ്പോൾ അടുത്ത ഓണത്തിന് എന്ന് മാത്രമല്ല ഓണം കഴിഞ്ഞാലും സ്ഥിരമായി ഇവിടെ വ്യാപാരം നടത്താൻ കഴിയുന്ന ഒരു കേന്ദ്രമായി മാർക്കറ്റിനകത്ത് ഈ കുടുംബശ്രീ വിപണന കേന്ദ്രത്തെ. തമിഴ്നാട്ടിൽ നിന്നും എത്തുന്ന പച്ചക്കറി വാങ്ങി ഓണം ആഘോഷിക്കുന്ന അഞ്ചൽ നിവാസികൾക്ക് കുടുംബശ്രീ പ്രവർത്തകർ വിളയിച്ചെടുത്ത പച്ചക്കറികളും കുടുംബശ്രീ ഉൽപ്പന്നങ്ങളും ന്യായവിലയ്ക്ക് ലഭിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കുടുംബശ്രീ ജില്ലയിലൊട്ടാകെ വിപണനം നടത്തുന്നത്. അഞ്ചൽ പഞ്ചായത്ത് പ്രസിഡന്റ് KR ലളിതാഫായിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KN വാസവൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗിരിജ തമ്പി, പഞ്ചായത്ത് അംഗങ്ങളായ A സക്കീർ ഹുസൈൻ, ബദറുദ്ദീൻ, CDS ചെയർപേഴ്സൺ മിനി, ശ്യാമള വിജയൻ, സീന, ജില്ലാ പഞ്ചായത്ത് അംഗം വിജയമ്മ ചന്ദ്രമോഹൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തലച്ചിറ ജാസ്മിൻ വധക്കേസിലെ പ്രതി ഷാജഹാനും കുടുംബവും വീട്ടിൽ താമസിക്കാൻ തിരികെ എത്തിയത് നാട്ടുകാരുടെ കടുത്ത പ്രതിഷേധത്തിനും ചെറിയ തോതിൽ സംഘർഷത്തിനുമിടയാക്കി.
അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ അഴിമതിക്കെതിരെയും LDF UDF അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയ ഭരണത്തിനെതിരെയും BJP പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. അഞ്ചൽ വെസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS സപ്തദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായി കുട്ടികൾ അഞ്ചൽ മാർക്കറ്റ് ശുചീകരിച്ചു. അഞ്ചലിൽ ബ്ലോക്ക് ഫെഡറേറ്റഡ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ അഞ്ചൽ മാർക്കറ്റ് ജംഗ്ഷനിൽ വിഷരഹിത പച്ചക്കറി വിൽപ്പനശാലയുടെ പ്രവർത്തനം ആരംഭിച്ചു. അഞ്ചൽ പഞ്ചായത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. വിഭവസമൃദ്ധമായ ഓണസദ്യയും അത്തപ്പൂക്കളവും പരിപാടിക്ക് മികവേകി. അഞ്ചൽ പഞ്ചായത്തിലെ കുടുംബശ്രീ അംഗങ്ങളുടെ ഓണച്ചന്ത ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S. ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. ADV ന്യൂസിൽ വാർത്തകൾ കാണാം രാവിലെ 7:30, ഉച്ചയ്ക്ക് 12:30, വൈകിട്ട് 4:30, രാത്രി 10. ലോകത്തെവിടെ നിന്നും ADV ന്യൂസ് കാണുവാനായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.